ഹലോ ഓൾ, വെൽക്കം ടു എജു വേൾഡ്. അപ്പോൾ ഇന്ന് മോക്ക് ടെസ്റ്റ് ആണെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടിരിക്കുകയായിരിക്കും അല്ലേ? സോ എല്ലാവരെയും അതിന് തന്നെ ഈ മോക്ക് ടെസ്റ്റിലേക്ക് വെൽക്കം ചെയ്യുന്നു. സോ ഈ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അതായത് ചിലപ്പോൾ ക്വസ്റ്റ്യൻ്റെ ക്വാളിറ്റി കൂട്ടണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ പോസിറ്റീവ് കമൻറ്റ് ആയാലും നെഗറ്റീവ് കമൻറ്റുകളായാലും അത് ഞങ്ങൾക്ക് വളരെയധികം ഹെൽപ്പാണ്. കാരണം നെഗറ്റീവ് കമൻറ്റുകൾ കിട്ടുമ്പോൾ ആയിരിക്കും നമ്മൾ കൂടുതൽ അത് നെക്സ്റ്റ് ടൈമിൽ അത് ഓവർകം ചെയ്ത് നന്നാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാ കമൻറ്റുകളാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങൾ മറക്കണ്ട. അതോടൊപ്പം തന്നെ CSEB എക്സാം എഴുതുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ ഫോർവേഡ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയാനുള്ളത്, ഈ വീഡിയോക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. കാരണം ഈ വീഡിയോ ഏകദേശം 1 മണിക്കൂറിലധികം എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഈ പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ റേഞ്ചിൻ്റെ ചില പ്രോബ്ലം ഉണ്ട്. അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെറിയ ചെറിയ പോരായ്മകൾ ഈ വീഡിയോയിലുണ്ട്. അപ്പോൾ അതിന് നിങ്ങളോട് ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുന്നു. ദെൻ നമുക്ക് മോക്ക് ടെസ്റ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലേക്ക് കിടക്കാം. 160 ക്വസ്റ്റ്യൻ ആണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. സോ സാധാരണ CSEB എക്സാമിനുള്ള പോലെ തന്നെ ഓരോ കറക്റ്റ് ആൻസറിനും ഹാഫ് മാർക്ക് വീതമായിരിക്കും നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. 2 മണിക്കൂറിനുള്ളിൽ എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ചെയ്യണം. നെഗറ്റീവ് മാർക്കില്ല. അതേപോലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് എടുക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൽ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നീ 4 ഘട്ടങ്ങളിലായിട്ടാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാർട്ട് 1ൻ്റെ ആൻസർ എഴുതുമ്പോൾ പാർട്ട് 1 എന്ന് ഹെഡിങ് കൊടുക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1 എന്ന് എഴുതുക. എന്നിട്ട് അതിൽ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണെങ്കിൽ ആ സി എന്ന് എഴുതുക. അതിനോടൊപ്പം തന്നെ ആ സി എന്നതിൻ്റെ ആൻസറും കൂടി എഴുതുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒന്നാമത്തേൻ്റെ ഓപ്ഷൻ സി ആണെന്ന് നോക്കുക. അപ്പോൾ 1 സി, അതിൻ്റെ ആൻസർ ചിലപ്പോൾ എന്താണ്? ഇപ്പോൾ കാസർഗോഡ് ആണെങ്കിൽ 1 സി കാസർഗോഡ്, അങ്ങനെ തന്നെ എഴുതണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആൻസറുകൾ ചെക്ക് ചെയ്യുമ്പോൾ എളുപ്പമാവുകയുള്ളൂ. പാർട്ട് 1ൽ 60 ക്വസ്റ്റ്യൻ ആണുള്ളത്. പാർട്ട് 2ൽ 50 ക്വസ്റ്റ്യൻ, പാർട്ട് 3ൽ 40 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതേപോലെ പാർട്ട് 4ൽ 10 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. പാർട്ട് 1ൽ അതേ 60 ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്ത് പാർട്ട് 2ലേക്ക് എത്തുമ്പോൾ 61 എന്നല്ല വേണ്ടത്. പാർട്ട് 2 എന്ന് ഹെഡിങ് എഴുതി എഗെയിൻ 1 എന്ന് സ്റ്റാർട്ട് ചെയ്യണം. സോ ഇത്രയൊക്കെയാണ് ജനറൽ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളത്. ബാക്കിയുള്ള ഇൻസ്ട്രക്ഷൻസ് ഓരോ പാർട്ട് വരുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ നമുക്ക് പാർട്ട് 1ലെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. സോ പാർട്ട് 1ലേക്ക് സ്വാഗതം. 60 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. First one, amendment of bylaws of a cooperative society shall be made by A. Managing Committee, B. General Body, C. RCS, D. Government. Second one, in the absence of a Managing Committee, the RCS can appoint dash to carry out the day-to-day affairs of the society. A. Secretary, B. Liquidator, C. Arbitrator, D. Administrator. Third one, the election procedure in a cooperative society is done by A. President, B. Secretary, C. RCS, D. Returning Officer. The matter to be discussed in a meeting is A. Budget, B. Agenda, C. Minutes, D. Quorum. Fifth one, a decision of a arbitrator in writing is called A. Supervision note, B. Award, C. Minutes, D. Inspection note. Sixth one, the special general body meeting is done as per dash of the KCS Act. A. S. Section 26, B. Rule 36, C. Rule 34, D. Rule 35. Seventh one, the power of liquidator is in dash section of KCS Act. A. 71, B. 72, C. 73, D. 74. Eighth one, reservation for women members is specified in section dash of KCS Act. A.
Option A, Rule 61. Option B, Rule 62. Option C, Rule 63. Option 4, Rule 65. The next question. An officer not below the rank of dash shall be the State Cooperative Election Commission. Option A, Additional RCS. Option B, Special Secretary to Government. Option C, IAS officer. Option D, DIG. The next question. An enquiry shall be made under the request of dash of the total number of members. Option A, 2 by 3. Option B, 1 by 4. Option C, 1 by 3. Option D, 1 by 5. The next question is amount collected on account of money or property lost in negligence or mismanagement of a person by registrar is. Option A, fine. Option B, fee. Option C, surcharge. Option D, penalty. Another question. The number of members in a cooperative tribunal is. Option A, 1. Option B, 3. Option C, 5. Option D, 10. The next question. The net profit distribution of a cooperative society is done in accordance with the provision of dash. Option A, KCS Act. Option B, bylaw. Option C, KCS rule. Option D, sub rule. Question. Any decision to register a society or its refusal shall be made within dash from the date of application. Option A, 90 days. Option B, 60 days. Option C, 1 month. Option D, none of this. The next question. The definition of primary credit society in section dash of KCS Act. Option A, 20B. Option B, 20A. Option C, 20C. Option D, none of this. The next question. What of members deals in section dash of KCS Act? Option A is 25. Option B, 21. Option C, 24. Option D, 20. Question number 19. An execution petition has to be filed before dash under the KCS Act. Option A, government. Option B, liquidator. Option C, arbitrator. Option D, RCS. Then question number 20. Nomination by government is section dash of KCS Act. Option A, 30. Option B, 31. Option C, 32. Option D, 34. The next question. Cooperation is a universal instrument. Who said this? Cooperation is a universal instrument. Who said this? Option A, Horace Plunkett. Option B, Raifeson. Option C, Robert Owen. Option D, Schultz. Then 22nd question. The central organization of stores in Sweden was. Option A, DAC. Option B, KF. Option C, KOH. Option D, FDB. Question number 23. The Danish Cooperative Wholesale Society was. Option A, DAC. Option B, LKA. Option C, BEES. Option D, FDB. The next question. Nordic is a cooperative consumer societies in dash. Option A, Germany. Option B, Ireland. Option C, Denmark. Option D, Sweden. Question. In Japan, the consumer cooperative movement started in the year dash. Option A, 1876. Option B, 1886. Option C, 1879. Option D, 1864. The next question. The first collective farm organized in Bulgaria was at dash. Option A, Manchester. Option B, Koshov. Option D, Noida. Option D, Rockday. The next question. Ben Hardy was a famous cooperator in dash. Option A, Germany. Option B, England. Option C, Canada. Option D, Ireland. The next question. Boostech related to. Option A, Denmark. Option B, Italy. Option C, Germany. Option D, France. The 29th question. The first village bank established by Raifeson was in the year. Option A, 1862. Option B, 1807. Option C, 1771. Option D, 1818. Then question 30. Dash of the following accounts is an asset account. Option A, dividend. Option B, account payable. Option C, salary. Option D, equipments. The next question. The gross increase in capital attributable to business activities are called dash. Option A, dividend. Option B, revenue. Option C, expense. Option D, asset. The next question. The process of initially recording a business transaction is called a dash. Option A, sliding. Option B, posting. Option C, journalizing. Option D, transporting. The next question. The final accounts of a business consist of. Option A, trading account. Option B, profit and loss account. Option C, balance sheet. Option D, all of the above. The next question. An entry on the right hand side of a ledger account is. An entry on the right hand side of a ledger account is. Option A, credit. Option B, debit. Option D, transaction. Option D, balance.
Then next question, the value of fixed asset is recorded in a dash. Option D nominal account, option B real account, option C personal account, option D control account. Then next question നോക്കാം. The fact that provisions are made against doubtful debt uphold the dash. Question ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. The fact that provisions are made against doubtful debt uphold the concept of dash. Option A consistency, option B prudence, option C materiality, option D business entity. The next question, securities by which a loan is primarily covered is called dash securities. Option A primary, option B collateral, option C contingent, option D tangible. The next question, salaries paid to staff will be debited to dash. Option A salary, option B cash, option C staff, option D expense. ഇനി 39ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A firm in the business of livestock. The following method is used for computing depreciation. Option A straight line method, option B diminishing balancing method, option C sinking fund method, option D revaluation method. The next question, in the accounting records, the fixed assets are normally recorded. Option A at cost, option B at book value, option C at scrap value, option D at replacement value. The next question, dash may be included in a balance sheet at more than historical cost. Option A work in progress, option B research expenditure, option C current asset, option D land and building. Question, if cash is received in advance from a customer, then option A asset will decrease, option B retained earnings will increase, option C liability will increase, option D capital will decrease. The next question ഇതാണ്, the major source of revenue of any business is. Option A sales, option B rent, option C capital, option D subsidy from government. The next question ഇതാണ്, capital account is a dash account. Option A real, option B revenue, option C nominal, option D personal. The next account, accountancy begins where dash ends. Option A audit, option B posting, option C recording, option D bookkeeping. Then next question, 46ാമത്തെ question ആണ്, balance sheet is a dash. Option A account, option B schedule, option D statement, option D none of these. The next question, asset minus liabilities equal to dash. Option A income, option B capital, option C expense, option D none of these. Question, there are dash type of accounts. Option A 2, option B 3, option C 4, option D 5. The next question, dash is prepared to know the financial position of the business. Option A trading account, option B balance sheet, option C profit and loss account, option D trial balance. The next question, asset account will always have dash balance. Option A debit, option B credit, option C cash, option D none of these. Next question ഇതാണ്, TPIN stands for. TPIN full form, TPIN stands for option A timing of the preparation of interest rate, option B technique of personal index number, option C technological personal index number, option D telephone personal identification number. The next question നോക്കാം, e-purse is a prepaid card and is known as dash. Option A stored value, option B electronic card, option E cash, option D electronic credit card. The next question, card issuer, consumer, merchants and payment server or service producer are four parties in. Option A check truncation, option B e-purse, option C debit card, option D EFT. The next question ഇതാണ്, a reinstatement policy is intended to cover damage or loss in respect of dash. Option A fixed asset, option B vehicle, option C ship, option D life. The next question ഇതാണ്, bank all over the world are interlinked through satellite provided by dash. Bank all over the world are interlinked through satellite provided by dash. Option A PSAAM, option B SWIFT, option C EFT, option D NEFT. Next question, EFT is also known as dash. Option A easy fund transfer, option B maintenance fund transfer, option C exchange fund transfer, option B paperless banking. Next question ഇതാണ്,
FIRPS stands for option A Foreign Inward Remittance Payment Scheme, option B Foreign Investment Remittance Payment Scheme, option C Foreign Inward Remittance Payment System, option D Foreign Investment Remittance Payment System. The next question, Dash is a system that facilitates individual, firms and corporate to electronically transfer funds from any bank branch to any individual having an account with any other bank branch in the country. Option A NEFT, option B EFT, option C SAA, option D RTGS. The next question, in case of non-credit or delay in credit to the beneficiary account, the NEFT of the respective bank can be contacted to. Option A ECS, option B KYC, option C CFC, option D IFC. Then question number 60. Dash is an alphanumeric code that uniquely identifies a bank branch participating in NEFT system. Option A IFS, option B IFSC, option C FSC, option D RTGS. നെക്സ്റ്റ് പാർട്ട് 2 ആണ്. പാർട്ട് 1 നമ്മൾ 60 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് അതിന് 1 to 60 എന്ന് നമ്പർ ഇടുക. ഇനി പാർട്ട് 2 നമ്മൾ 50 ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതിന് 1 to 50, അതായത് 61 മുതലല്ല തുടങ്ങുന്നത്. ആദ്യം പാർട്ട് 2 എന്ന് എഴുതുക, എന്നിട്ട് 1 to 50 വരെ നമ്പർ ഇടുക, എന്നിട്ട് വേണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, റാം ഈസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. റാം ഈസ് ഡാഷ് ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ദ, ഓപ്ഷൻ സി ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൈൻഡ്ലി അലൗ മീ ടു സേ ഡാഷ് വേർഡ്സ്. ഓപ്ഷൻ എ ഫ്യൂ, ഓപ്ഷൻ ബി ദ ലിറ്റിൽ, ഓപ്ഷൻ സി ഫ്യൂ, ഓപ്ഷൻ ഡി ലിറ്റിൽ. The next question, hardly had I seen her dash I smiled at her. Option A than, option B that, option C yet, option D when. The next question നോക്കാം. I saw a dash of expert. Option A crowd, option B panel of, option C idiot, option D dogs. Then അഞ്ചാമത്തെ question, Venu was laughed dash by his friends. Option A off, option B off, option C at, option D out. Then ആറാമത്തെ question, we decide to dash the president of the society. A, option A call up, option B call for, option C call on, option D call it. Next question, write the correct question tag. Babu has come dash. Option A hasn't he, option B isn't he, option C doesn't he, option D can't he. The next question, the antonym of barren is. Option A small, option B fertile, option C ugly, option D dull. Then ഒമ്പതാമത്തെ question നോക്കാം. There is not dash to do now. Option A many, option B nothing, option C much, option D some. Then പത്താമത്തെ question, this cup is made of dash. Option A the gold, option B gold, option C a gold, option D none of these. The next question, report, he said I am very busy. Option A, he said that he was very busy. Option B, he says that he was very busy. Option C, he said that he is very busy. Option D, he says that he is very busy. Question number 12, your handwriting is dash good. Option A rather, option B fairly, option C more, option D much. Then 13th question, this juice is made dash fresh orange. Option A of, option B by, option C with, option D from. Then question number 14, would you mind dash the gate? Option A to shut, option B to have shut, option C shut, option D shutting. Question number 15, by the time I reached the bus stand, the bus dash. Option A was left, option B left, option C had left, option D had been left. Question number 16, I dash him yesterday. Option A saw, option B have seen, option C had seen, option D was seen. Question number 17, this is the boy dash stood first rank in the list. Option A who, option B whom, option C whose, option D which. Next question, select the correct meaning of to die in harness. Option A to use the best, option B to die a course, option C to die on the job, option D to be alert. Number 19, I prefer cold water dash tea. Option A rather, option B than, option C better than, option D too. Then question number 20, if you write the exam dash. Option A you would get first rank, option B you will get first rank, option C you will got first rank, option D you would have got first rank. The next question, average monthly income of a family of 4 earning member was rupees 735.
of the earning member died and therefore the average income came down to rupees 650. The income of the deceased was option A rupees 820, option B rupees 990, option C rupees 692.50 paise, option D rupees 1385. Then question number 22. Happiness is related to sorrow in the same way as comfort is related to dash. Option A hardship, option B rest, option 3 poverty, option 4 difficulty. The next question number 23. Which is the travelogue written by Thaikadu Aya? ഓപ്ഷൻ എ എൻ്റെ കാശി യാത്ര, ഓപ്ഷൻ ബി എൻ്റെ യാത്ര, ഓപ്ഷൻ സി എൻ്റെ മഹായാത്ര, ഓപ്ഷൻ ഡി എൻ്റെ വിദേശയാത്ര. ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ഈസ് ദ റിയൽ നെയിം ഓഫ് തൈക്കാടു ആയ? ഓപ്ഷൻ എ മുടിച്ചൂടും പെരുമാൾ, ഓപ്ഷൻ ബി സുബറായ പണിക്കർ, ഓപ്ഷൻ സി അയ്യങ്കാളി, ഓപ്ഷൻ ഡി മുത്തുക്കുട്ടി. Then question number 25. The Theka Museum of Kerala is at dash. Option A Kollam, option B Dilambur, option C Bepur, option D Parambikulam. Question number 26. Which is the evergreen forest of Kerala? Option A Neyyar, option B Muttanga, option C Shanduruni, option D Silent Valley. Question number 27. The Edakal cave is situated in the district dash. Option A Malappuram, option B Kasaragod, option C Kozhikode, option D Wayanad. Question number 28. The hydroelectric project which has the lowest production capacity is. The hydroelectric project which has the lowest production capacity is. Option A Chengulam, option B Sholayar, option C Matupeti, option D Idamalayar. Next question നോക്കാം. Number 31. Which agricultural crop is known as universal fiber? Option A jute, option B cotton, option C rayon, option D none of these. Question number 32. Nalapadu Bird Sanctuary is located in dash. Option A Andhra Pradesh, option B Goa, option C Karnataka, option D Kerala. Question number 33. Where is Gautam Buddha Wildlife Sanctuary? Option A Bihar, option B Sikkim, option C Uttar Pradesh, option B D Assam. Question number 34. Sarsiga Tiger Reserve in which state? Option A Kerala, option B Bihar, option C Assam, option D Rajasthan. Then question number 35. Pointing to a lady on the platform, Geeta said, "She is the sister of the father of my mother's son." What is the lady to Geeta? Option A mother, option B sister, option C aunt, option D niece. Then question number 42.
അത് ഇതിൽ ക്വസ്റ്റ്യൻ നമ്പർ അല്ല, നിങ്ങൾ എഴുതേണ്ടത് 42 ആണ്. 42, 43 എങ്ങനെയാണ് നോക്കേണ്ടത്. 42 നെയിം ഓഫ് ദ സ്കീം ലോഞ്ച്ഡ് ഫോർ വെൽഫെയർ ഓഫ് ദി ട്രൈബൽ പീപ്പിൾ ബൈ സെൻട്രൽ ഗവൺമെൻറ്. ഓപ്ഷൻ നിങ്ങൾ നോക്കുക എന്താണെന്ന്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 43 വാട്ട് ഈസ് ദ എയിം ഓഫ് കുടുംബശ്രീ. Question number 44 .gif is an extension of dash. Question number 45 first computer virus is known as dash. Question number 46 which one programming language is exclusively used for artificial intelligence. Question number 47 which of the following is not an operating system. Question number 48 firewall in computer system used for dash. Question number 49 സോ നിങ്ങൾ പാർട്ട് 2-ൽ 50 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തു. ദെൻ നെക്സ്റ്റ് വരുന്നത് പാർട്ട് 3 ആണ്. ഇതിനും നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ സ്റ്റാർട്ടിങ്ങിന് 1 എന്നാണ് നമ്പർ കൊടുക്കേണ്ടത്. പാർട്ട് 3-ന്ന് ഹെഡിങ് എഴുതുക, എന്നിട്ട് ക്വസ്റ്റ്യൻ നമ്പർ 1 അങ്ങനെയാണ് തുടർച്ചയായിട്ട് എഴുതിപ്പോണ്ടത്. ഈ പാർട്ട് 3-ൽ നിങ്ങൾക്ക് 40 ക്വസ്റ്റ്യൻസ് ആണ് ലഭിക്കുക. അപ്പം മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം എന്താണെന്ന്.
അപ്പം പാർട്ട് 3 കഴിഞ്ഞെങ്കിൽ നെക്സ്റ്റ് പാർട്ട് 4 ആണ്. പാർട്ട് 4ൽ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. ഇതിന് നിങ്ങൾ പാർട്ട് 4 എന്ന് ഹെഡിങ് എഴുതുക, 1 to 10 വരെ നമ്പേഴ്സ് എഴുതുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കിക്കൊള്ളുക. സോ ഇതിനോടൊക്കെ നമ്മൾ 160 ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പാർട്ടിൻ്റെ വീതം ആൻസേഴ്സ് നോക്കാം. അത് നമ്മൾ പാർട്ട് 1ൻ്റെ ആൻസറാണ് നോക്കുന്നത്. അപ്പം നിങ്ങൾ ഇതിലുള്ള ആൻസർ കീയുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് സെക്ഷൻ്റെ ആൻസർ ഇതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അതായത് ജനറൽ ബോഡി. ക്വസ്റ്റ്യൻ നമ്പർ 2 ഓപ്ഷൻ ഡി അഡ്മിനിസ്ട്രേറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 3 റിട്ടേണിംഗ് ഓഫീസർ. 4 ഓപ്ഷൻ ബി അജണ്ട. 5 ഓപ്ഷൻ ബി അവാർഡ്. 6 ഓപ്ഷൻ ബി റൂൾ 36. 7 ഓപ്ഷൻ സി 73. 8 ഓപ്ഷൻ എ 28A. 9 ഓപ്ഷൻ ബി പ്രസിഡന്റ്. 10 ഓപ്ഷൻ ബി റൂൾ 62. 11 ഓപ്ഷൻ ബി സ്പെഷ്യൽ സെക്രട്ടറി ടു ഗവൺമെൻറ്. 12 ഓപ്ഷൻ സി 1/3. 13 ഓപ്ഷൻ സി സർചാർജ്. 14 ഓപ്ഷൻ എ 1. 15 ഓപ്ഷൻ ബി ബൈലോ. 16 ഓപ്ഷൻ എ 90 days. 17 ഓപ്ഷൻ എ 20B. 18 ഓപ്ഷൻ ഡി 20. 19 ഓപ്ഷൻ ഡി RCS. 20 ഓപ്ഷൻ ബി 31. 21 ഓപ്ഷൻ എ ഹൊറൈസ് പങ്ക്ലെറ്റ്. 22 ഓപ്ഷൻ എ KF ഓപ്ഷൻ ബി ആണ്. 23 ഓപ്ഷൻ ഡി FDB. 24 ഓപ്ഷൻ സി ഡെൻമാർക്ക്. 25 ഓപ്ഷൻ സി 1879. 26 ഓപ്ഷൻ ബി കോഷോവ്. 27 ഓപ്ഷൻ എ ജർമ്മനി. 28 ഓപ്ഷൻ ഡി ഫ്രാൻസ്. 29 ഓപ്ഷൻ എ 1862. 30 ഓപ്ഷൻ ഡി എക്യുപ്മെൻറ്റ്. 31 ഓപ്ഷൻ ബി റവന്യൂ. 32 ഓപ്ഷൻ സി ജേർണലൈസിംഗ്. 33 ഓപ്ഷൻ ഡി ഓൾ ദി അബവ്. 34 ഓപ്ഷൻ എ ക്രെഡിറ്റ്. 35 ഓപ്ഷൻ ബി റിയൽ അക്കൗണ്ട്. 36 ഓപ്ഷൻ ബി പ്രൂഡൻസ്. 37 ഓപ്ഷൻ എ പ്രൈമറി. 38 ഓപ്ഷൻ എ സാലറി. 39 ഓപ്ഷൻ ഡി റീവാലുവേഷൻ മെത്തേഡ്. 40 ഓപ്ഷൻ എ അറ്റ് കോസ്റ്റ്. 41 ഓപ്ഷൻ ഡി ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. 42 ഓപ്ഷൻ സി ലാബിലിറ്റീസ് വിൽ ഇൻക്രീസ്. 43 ഓപ്ഷൻ എ സെയിൽസ്. 44 ഓപ്ഷൻ ഡി പേഴ്സണൽ അക്കൗണ്ട്. 45 ഓപ്ഷൻ ഡി ബുക്ക് കീപ്പിംഗ്. 46 ഓപ്ഷൻ സി സ്റ്റേറ്റ്മെൻറ്റ്. 47 ഓപ്ഷൻ ബി ക്യാപിറ്റൽ. 48 ഓപ്ഷൻ ബി 3. 49 ഓപ്ഷൻ ബി ബാലൻസ് ഷീറ്റ്. 50 ഓപ്ഷൻ എ ഡെബിറ്റ്. ദെൻ 51ൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കാം. ടെലിഫോൺ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ഡി ടെലിഫോൺ പേഴ്സണൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ. 52 ആൻസർ ഇതാണ്, സ്റ്റോർഡ് വാല്യൂ ആണ്. 52 ഈ പേഴ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റോർഡ് വാല്യൂ കാർഡാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 53 ഈ പേഴ്സാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദെൻ 54 ഓപ്ഷൻ എ ഫിക്സഡ് അസറ്റ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 55 സ്വിഫ്റ്റ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 56 പേപ്പർലെസ് ബാങ്കിങ് ആണ് മോസ്റ്റ് ആയിട്ട് സ്യൂട്ടബിൾ ആകുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ
57 ആൻസർ ഓപ്ഷൻ ബി ആണ്, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് റെമിറ്റൻസ് പേയ്മെൻറ്റ് സ്കീം. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 58 NEFT ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 59 ആൻസർ CFC ഓപ്ഷൻ നമ്പർ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ 60 IFC ഓപ്ഷൻ നമ്പർ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ പാർട്ട് 1 60 ക്വസ്റ്റ്യൻ്റെ ആൻസർ എല്ലാവരും നോക്കില്ലേ. ഇനി നിങ്ങൾക്ക് ആ പാർട്ട് 1 എത്ര മാർക്കാണ് ടോട്ടലായിട്ട് കിട്ടിയിട്ടുള്ളതെന്ന് ഒരു സൈഡ് കൂട്ടി എഴുതുക. ഇനി നമുക്ക് പാർട്ട് 2ൻ്റെ ആൻസേഴ്സ് ഒന്ന് നോക്കാം. അപ്പോൾ പാർട്ട് 2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ ആണ് ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എ ഫ്യൂ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ്, വെൻ എന്നാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ ഓപ്ഷൻ 4 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 5 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അറ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, കോൾ ഓൺ. ക്വസ്റ്റ്യൻ നമ്പർ 7 എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഹാസ് ഇൻ ദി ഹി. ക്വസ്റ്റ്യൻ നമ്പർ 8 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ, ഫെർട്ടൈൽ. ക്വസ്റ്റ്യൻ നമ്പർ 9 സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മച്ച്. ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഗോൾഡ്. ക്വസ്റ്റ്യൻ നമ്പർ 11 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹി സെഡ് ദാറ്റ് ഹി വാസ് വെരി ബിസി. ക്വസ്റ്റ്യൻ നമ്പർ 12 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഫെയർലി ആണ്, ബി. ക്വസ്റ്റ്യൻ നമ്പർ 13 മെയ്ഡ് ഫ്രം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, മെയ്ഡ് ഫ്രം. ക്വസ്റ്റ്യൻ നമ്പർ 14 ഷട്ടിങ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഷട്ടിങ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 15 സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹാഡ് ലെഫ്റ്റ് ആണ് കറക്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 16 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, സോ. ക്വസ്റ്റ്യൻ നമ്പർ 17 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഹൂ എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 18 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ടു ഡൈ ഓൺ ദി ജോബ്. ക്വസ്റ്റ്യൻ നമ്പർ 19 ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ടു ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 20 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, യു വിൽ ഗെറ്റ് ദി ഫസ്റ്റ് റാങ്ക്. നമ്പർ 21 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 990 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 22 ഹാർഡ്ഷിപ്പ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓപ്ഷൻ എ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 23 എൻ്റെ കാശി യാത്രയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, അതായത് എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 24 സുബറായ പണിക്കർ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 25 നിലമ്പൂർ. ക്വസ്റ്റ്യൻ 26 സൈലൻറ്റ് വാലിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 27 വയനാടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 28 മാട്ടുപ്പെട്ടിയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. 9 ഓപ്ഷൻ ഡി ആണ്, JCRL ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 30 ഓപ്ഷൻ എ ആണ്, CZEB ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 31 കോട്ടൺ. ക്വസ്റ്റ്യൻ നമ്പർ 32 ആന്ധ്രാപ്രദേശ്. ക്വസ്റ്റ്യൻ നമ്പർ 33 ബീഹാർ. ക്വസ്റ്റ്യൻ നമ്പർ 34 രാജസ്ഥാൻ. ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 35 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഓണ്ട് ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36 ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, 9 കിലോമീറ്റർ. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 37 ഓപ്ഷൻ സി ആണ്, ബോത്ത് എ ആൻഡ് ബി ആർ കറക്റ്റ്. ക്വസ്റ്റ്യൻ നമ്പർ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 38 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഡ്യൂ ടു ദിയർ ക്രൗൺ ലൈക്ക് പ്രൊജക്ഷൻസ് അതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ദെൻ നെക്സ്റ്റ് 39 സ്വീഡൻ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 40 1992. ക്വസ്റ്റ്യൻ നമ്പർ 41 സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. ക്വസ്റ്റ്യൻ നമ്പർ 42 വനബന്ധു കല്യാണ യോജന. ക്വസ്റ്റ്യൻ നമ്പർ 43 പോവർട്ടി ഇറാഡിക്കേഷൻ ആൻഡ് എംപവർമെൻറ്റ് ഓഫ് വിമൻ. ക്വസ്റ്റ്യൻ നമ്പർ 44 എന്ന് പറയുന്നത് ഇമേജ് ഫയൽ. ക്വസ്റ്റ്യൻ നമ്പർ 45 ക്രീപ്പർ വൈറസ്. ക്വസ്റ്റ്യൻ നമ്പർ 46 പ്രോലോഗ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 47 എന്ന് പറയുന്നത് സി ആണ്, ഓപ്ഷൻ സി തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 48 സെക്യൂരിറ്റി ആണ്, ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 49 മാണിക്യമാണ് കറക്റ്റ് ആയിട്ട് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 50 പാലക്കാട്. പാർട്ട് 2ൻ്റെ ആൻസറും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ മാർക്ക് നിങ്ങൾ അവിടെ കൂട്ടി എഴുതുക. നെക്സ്റ്റ് വരുന്നത് പാർട്ട് 3 ആണ്.
സോ ഇവിടെ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷനും വെച്ച് നോക്കിക്കൊണ്ട് കറക്റ്റായിട്ടുള്ള നിങ്ങൾ ടിക്ക് ചെയ്യുക. അങ്ങനെ ടിക്ക് ചെയ്തിട്ട് അവസാനം അതിൻ്റെ മാർക്ക് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്ത് അവിടെ എഴുതുക. ദെൻ ഇത്രയും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് 4ാമത്തെ പാർട്ടിൻ്റെ ആൻസറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ 1ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഓഡിറ്റിംഗ് ആണ്. 2ാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ദെൻ 3ാമത്തത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അതായത് ഇൻ്ററിം ഓഡിറ്റ്. 4ാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ഓഡിറ്റ് പ്രോഗ്രാം എന്നുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 5ൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി തന്നെയാണ്, ഓൾ ദി എബവ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ദ മാനേജ്മെൻറ്റ്. ക്വസ്റ്റ്യൻ നമ്പർ 7 ഓപ്ഷൻ സി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അക്കൗണ്ടിംഗ് ആണ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 8ൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ ആണ്, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 9ൻ്റെ കറക്റ്റായിട്ട് ആൻസർ ഓപ്ഷൻ ഡി ആണ്, മിസ്റ്റർ സെറ്റ് ദ ഹോൾഡർ ഓഫ് CA സർട്ടിഫിക്കറ്റ്. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 10 ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ, ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. സോ ഈ മാർക്ക് നിങ്ങൾ ടോട്ടൽ ചെയ്യുക. ഇനി എന്ത് ചെയ്യുക, മൊത്തം പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നുള്ള മൊത്തം മാർക്ക് ടോട്ടൽ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ദെൻ അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കൊണ്ട് മറക്കണ്ട. മാർക്ക് കുറഞ്ഞിട്ടുള്ളവർ വിഷമിക്കണ്ട കേട്ടോ. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ നിങ്ങൾ ഏത് പൊസിഷനിലാണ് ഉള്ളത്, ഇതിന് എത്രമാത്രം പഠിക്കണം എന്ന്. അപ്പോൾ ഇന്ന് മുതൽ എന്ത് ചെയ്യുക, ആ കവർ ചെയ്യാൻ പറ്റാത്ത പോർഷൻസ് നന്നായിട്ട് ട്രൈ ചെയ്യുക, നന്നായി പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിന്നെയും ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ CSEB എക്സാമുകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അത് CSEBക്ക് മാത്രമല്ല, അതേപോലെ JCI KVCയിലുള്ള JCI, അതേപോലെ അപ്പെക്സ് ബാങ്കിലുള്ള വരുന്ന വേക്കൻസീസിൻ്റെ മോക്ക് ടെസ്റ്റ്, അതേപോലെ അക്കൗണ്ടൻ്റ് ഒക്കെ വരുന്നുണ്ട്, അതിനുള്ള മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അപ്പം മാർക്ക് കുറഞ്ഞാൽ തീരെ വിഷമിക്കേണ്ട കാര്യമില്ല. വരുന്ന മോക്ക് ടെസ്റ്റിൽ നല്ല മാർക്ക് വാങ്ങിച്ചാൽ മതി. അപ്പം ഈ വീഡിയോ കണ്ടവർക്കും ഈ എക്സാം അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും എജുവേൾഡിൻ്റെ നന്ദി അറിയിക്കുന്നു. So wish you all the best for all exams.